ഗാസയുടെ ഭാവി എന്തായിരിക്കുമെന്നുള്ളത് പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്രയും നാളും നടന്ന കാര്യം വെച്ച് നമുക്ക് കൃത്യമായിട്ട് പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ പക്ഷേ ഈ സോഷ്യൽ മീഡിയ തീവ്രവാദികളോടും അല്ലാത്ത തീവ്രവാദ മനസ്കരോടും നമുക്ക് പറയാനുള്ളത് തീവ്രവാദം കാണിക്കുന്നവൻ്റെ എല്ലാം അവസാനം ഇങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അതിന് ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് ഗാസ. തീവ്രവാദം കാണിക്കുന്നവൻ്റെ അന്ത്യം എന്ന് പറയുന്നത് ഈ കോലത്തിലായിരിക്കും. ഇപ്പോൾ ഇറാഖിലും സിറിയയിലുമെല്ലാം ഐസിസ് തീവ്രവാദം കാണിച്ചു. അവിടുത്തെ ജനങ്ങളിൽ ഏതാണ്ട് പതിറ്റാണ്ടുകൾ പുറകിലേക്ക് പോയിട്ട് ഒരു കാട്ടുജീവിതം നയിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. ആവശ്യത്തിന് മിച്ച എണ്ണയുണ്ട്, സമ്പത്തുണ്ട്, പക്ഷേ അതെല്ലാം കണ്ടവനെല്ലാം ഊറ്റിക്കൊണ്ട് പോവുകയാണ്. അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇതിനെല്ലാം അടിസ്ഥാനമായിട്ടുള്ളത് ഇവരുടെ എല്ലാം തീവ്രവാദ മനസ്ഥിതിയും തീവ്രവാദവുമാണ്. അപ്പോൾ ആരൊക്കെ തീവ്രവാദം കാണിക്കുന്നോ, ഇപ്പോൾ കേരളത്തിൽ തീവ്രവാദം കാണിക്കുകയും തീവ്രവാദം പ്രചരിപ്പിക്കുകയും ചെയ്താൽ കേരളത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാവും. ഈ ഇപ്പം വേറുള്ള ന്യൂനപക്ഷങ്ങളുണ്ട്, അല്ലെങ്കിൽ ഹിന്ദുസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തീവ്രവാദം ഇവിടെ വ്യാപകമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥയും ഇതൊക്കെ തന്നെ ആയിരിക്കും. കാരണം എല്ലായിടത്തും തീവ്രവാദം ഇത് മാത്രമേ കൊണ്ടുവന്നുള്ളൂ. അപ്പോൾ ഗാസയുടെ കാര്യത്തിലും അത് അങ്ങനെ തന്നെയാണ്.